ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 44. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികൻ നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. അൾട്ടോത്തിങ്, ജർമ്മനി, സെപ്റ്റംബർ 8, 1979. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ 182. തീവ്ര മനോവേദനയോട് കൂടിയ ഒരഭ്യർത്ഥന. വിപത്തുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ മഹാരാജ്യങ്ങളിൽ വളരെയധികം ആദരിക്കപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് നിങ്ങളിലൂടെ സ്വർഗീയ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ വ്യക്തിത്വത്തിലൂടെ ലോകമാസകലമുള്ള എൻ്റെ പ്രിയ സുതരെ ഞാൻ ആശീർവദിക്കുന്നു. ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന പ്രചണ്ഡ മാരുതൻ്റെ പ്രവാഹത്തിൽപ്പെട്ട് നിത്യനാശമാകുന്ന മഹാവിപത്തിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരെയും എൻ്റെ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിലേക്ക് ശേഖരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളെ എല്ലായിടത്തേക്കും അയച്ചു. ഇപ്പോൾ എൻ്റെ എത്രയെത്ര പുത്രന്മാർ ഉദാരമായ മഹാമനസ്കതയോടെ എൻ്റെ അഭ്യർത്ഥനയ്ക്ക് പ്രത്യുത്തരമരുളുകയും എൻ്റെ വിമല ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വളരെ വേഗം നിങ്ങളെ തന്നെ എനിക്ക് ഭരമേൽപ്പിക്കുക. എൻ്റെ പുത്രൻ്റെ വികാരി നൽകിയ മാതൃക പിന്തുടരുകയും അദ്ദേഹത്തിൻ്റെ അടിയന്തിരമായ ആഹ്വാനം ശ്രവിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന് എല്ലാം അറിയാം. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രവചിച്ചിരുന്ന വേദനാത്മകമായ ആ സംഭവം ഇപ്പോൾ വളരെ സമീപസ്ഥമായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് കാണുന്നു. അതെ, കുറച്ചുകൂടി പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന സമയം പൂർണ്ണമാകുന്നതുവരെ, സമയം പൂർണ്ണമാകുമ്പോൾ ഞാനും എൻ്റെ ശത്രുവും തമ്മിലുള്ള സമരം അതിരൂക്ഷമായി തീരുകയും അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ മഹാപരീക്ഷണത്തെ അഭിമുഖീകരിക്കുവാൻ നിങ്ങളിൽ പലരെയും ഞാൻ സന്നദ്ധരാക്കി നിർത്തിയിട്ടുണ്ട്. എൻ്റെ കരങ്ങളിൽ കുഞ്ഞാടുകൾ എന്നതുപോലെ നിങ്ങൾ ഹോമിക്കപ്പെടും. തൽഫലമായി യേശുവിൻ്റെ രക്തവും നിങ്ങളുടേതും തിരുസഭ മുഴുവനും ശുദ്ധീകരിക്കുവാനും ലോകത്തെ ആഗമനം നവീകരിക്കുവാനും കാരണമാകും. നിങ്ങൾക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള മർദ്ദനങ്ങളും ക്ലേശങ്ങളും മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരും. എങ്കിലും നിങ്ങൾ വിശ്വാസമുള്ളവരാകുക. എന്തെന്നാൽ എൻ്റെ പദ്ധതി അതിൻ്റെ ഓരോ വിശദാംശത്തിലും നിവർത്തിക്കേണ്ടതിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപം ഞാനുണ്ടായിരിക്കും. എനിക്ക് അതിവേഗം പ്രവർത്തിക്കണം. ഞാൻ ഇപ്പോൾ നിങ്ങളോട് മനോവേദനയോടുകൂടി അവസാനത്തേതെന്ന പോലെ എൻ്റെ അഭ്യർത്ഥന നടത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രത്യുത്തരമരുളുക. നിങ്ങൾ എനിക്ക് ആത്മാർപ്പണം നടത്തുക. ചെറിയവരും വിധേയത്വമുള്ളവരും ദരിദ്രരുമായിരിക്കുക. നിങ്ങളെ നോക്കി പുഞ്ചിരി തൂകുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ശിശുവായ മാതാവിൻ്റെ പുൽത്തൊട്ടിക്ക് ചുറ്റും നിൽക്കുന്ന ചേതോഹരങ്ങളായ പുഷ്പങ്ങളായി തീരുക. നിമോജൻ, ഹോളണ്ട്, സെപ്റ്റംബർ 29, 1979. പരിശുദ്ധ ദൈവദൂതന്മാരുടെ തിരുനാൾ 183. കർത്താവിൻ്റെ മാലാഖമാർ. നിങ്ങൾ എൻ്റെ പുത്രന്മാരോടുകൂടി നടത്തിയ പ്രാർത്ഥനായോഗം ഇപ്പോൾ അവസാനിച്ചു. ഇവർ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരാണ്. അവർ ക്ലേശിക്കുന്നുണ്ട്. കാരണം ഛിന്ന ഭിന്നമാക്കപ്പെട്ടതും സങ്കീർണവുമായ ഒരവസ്ഥയിലാണ് തിരുസഭ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മനോവേദന എൻ്റേതിനോടുകൂടെ യോജിപ്പിക്കുക. അത് അവരെ ഞാൻ വീക്ഷിക്കുകയും സ്വീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന എൻ്റെ സന്മനസ്സിൻ്റെ ബാഹ്യപ്രകടനമത്രേ. അവർ എണ്ണത്തിൽ കുറവാണെന്നും അവരിൽ വലിയൊരു ഭാഗം പ്രായക്കുറവും അനാരോഗ്യവും കൊണ്ട് ബലഹീനരാണെന്നുള്ള വസ്തുതകൾ നിങ്ങൾ കാര്യമായി പരിഗണിക്കേണ്ടതില്ല. ഇതൊക്കെയാണെങ്കിലും അവർ വളരെ വിശ്വസ്തരും മഹാമനസ്കരുമാകിയാൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹാവ്യതയെ ശമിപ്പിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നു. അവർ എൻ്റെ ഏറ്റവും വിലപ്പെട്ട നിധികളാണ്. അവർ മൂലം ഇവിടെ പോലും എൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരമരുളുകയും എൻ്റെ ഹൃദയസങ്കേതത്തിൽ പ്രവേശിക്കുകയും ഇപ്പോൾ യേശുവിനോടും അവൻ്റെ സഭയോടുമുള്ള വീരോചിതമായ വിശ്വസ്തതയിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ എണ്ണം എത്ര വലുത്! എൻ്റെ ശത്രു സഭയുടെ നാശത്തിന് വേണ്ടി അവൻ്റെ നിഗൂഢവും അതിസൂക്ഷ്മവുമായ ജോലി തുടങ്ങിയ ഈ സ്ഥലത്ത് തന്നെ
ഞാൻ അവൻ്റെ വെല്ലുവിളികളെ നേരിടുകയും എൻ്റെ സൈന്യത്തിന് ശിക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇത് ചെറിയവരുടെയും പാവപ്പെട്ടവരുടെയും വിനീതരുടെയും സൈന്യമാണ്. എൻ്റെ വിജ്ഞാനത്തിൻ്റെ ചൈതന്യം നൽകുന്നതിന് അവരെ ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ ശേഖരിക്കുന്നു. തന്മൂലം അബദ്ധജ്ഞാനത്താലും വലിപ്പത്തിൻ്റെയും മിഥ്യാസ്തുതിയുടെയും ചൈതന്യത്താലും പാപത്തിൽ വീഴുന്നതിന് സ്വയം അനുവദിക്കുന്നവരുടെ അഹങ്കാരം പരാജിതമാക്കപ്പെടും. എൻ്റെ ഈ പ്രവർത്തനം വഴി കുഞ്ഞുങ്ങളിൽ നിന്നും മുല കുടിക്കുന്ന ശിശുക്കളിൽ നിന്നും കർത്താവ് ഒരിക്കൽ കൂടി പൂർണ്ണസ്തുതി ലഭിക്കുകയാണ്. നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ മാലാഖമാരുണ്ട്. ഞാൻ അവരുടെ രാജ്ഞിയാകുന്നു. എൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ അവർ സദാ സന്നദ്ധരത്രേ. കാരണം പരിശുദ്ധ പരമത്രിത്വം തിരുസഭയെയും ലോകത്തെ നവീകരിക്കുന്നതിനുമുള്ള ജോലി എൻ്റെ വിമല ഹൃദയത്തിന് ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. സ്വർഗീയവും ഭൗതികവുമായ എൻ്റെ മുഴുവൻ സൈന്യത്തിൻ്റെ മുൻപിൽ വിശുദ്ധ മൈക്കിൾ ഉണ്ട്. ഈ സൈന്യം ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിൻ്റെ അജേയമായ ശക്തി നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് നിങ്ങളുടെ സമീപത്തുണ്ട്. വിശുദ്ധ റാഫേൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിന് നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന അനേകം വ്രണങ്ങളെ സുഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മാലാഖമാരെ പറ്റി സദാസമയവും ബോധവാന്മാരായിരിക്കുക. അവർ നിങ്ങളുടെ സമീപത്തായിരിക്കുകയും അവരുടെ സഹായവും സംരക്ഷണവും പലപ്പോഴും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. എൻ്റേതും നിങ്ങളുടെയും ശത്രു നിങ്ങൾക്കായി വച്ചിരിക്കുന്ന എല്ലാ കണികളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനും സംരക്ഷിക്കുവാനും അവർക്ക് വലിയ കെൽപ്പുണ്ട്. അവരുടെ സംരക്ഷണം ഇപ്പോൾ വർദ്ധമാനമാവുകയും നിങ്ങൾ പ്രത്യേകിച്ച് അത് അനുഭവിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ മഹാപരീക്ഷണത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു. നിങ്ങൾ മുൻപ് അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ വലുതായ മനോവ്യതയുടെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ കൽപ്പനകൾ നൽകുമ്പോൾ നിങ്ങളുടെ സമീപത്ത് കർത്താവിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അവർ നിങ്ങളുടെ പ്രതിരോധവും നിങ്ങളുടെ മാർഗദർശികളുമായിരിക്കും. തന്മൂലം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ലൂർദ്, ഫ്രാൻസ്, ഒക്ടോബർ 7, 1979. ജപമാല രാജ്ഞിയുടെ തിരുനാൾ 184. നിങ്ങളുടെ ജപമാല. അനേകം വൈദികരെയും സന്യസികളെയും വിശ്വാസികളെയും എൻ്റെ സഹവാസമുള്ള ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഈ പ്രാർത്ഥനായോഗങ്ങളിൽ ഞാൻ യഥാർത്ഥത്തിൽ സന്നിഹിതയാണ്. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. വഴിതെറ്റിപ്പോയ പാവപ്പെട്ട എൻ്റെ മക്കൾക്ക് നിത്യരക്ഷ ലഭിക്കുന്നതിനും നിങ്ങളുടെ കാലത്ത് നടത്തുന്ന വേദനാജനകമായ സംഭവങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ക്രമീകരിക്കുന്നതിനും മധ്യസ്ഥം വഹിക്കാൻ പ്രബലമായ ഒരു ശക്തി നിങ്ങളുടെ സ്വർഗീയ മാതാവിന് ഈ പ്രാർത്ഥനയാൽ നിങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ അമ്മയുടെ അടിയന്തരമായ അഭ്യർത്ഥന അനുസരിച്ച് പ്രാർത്ഥനായോഗത്തിൽ ചൊല്ലുന്ന ജപമാല മുഴുവൻ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും അപാരമായ ഒരു ശൃംഖല പോലെയാണ്. ഇതുമൂലം ആളുകളെയും സന്ദർഭങ്ങളെയും സമാഹരണം ചെയ്യുവാനും നിങ്ങളുടെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അത് തുടർന്ന് ചൊല്ലുക. നിങ്ങളുടെ പ്രാർത്ഥനായോഗങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ യേശുവിൻ്റെ വികാരിയും എൻ്റെ പ്രിയസുതനിൽ പ്രഥമനുമായ മാർപ്പാപ്പ അടിയന്തരമായി നിങ്ങളോട് നടത്തിയ അഭ്യർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് വരുന്ന ശക്തി പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ എനിക്ക് കഴിയും. ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ പരീക്ഷണത്തിൻ്റെ സമയം കുറയ്ക്കുവാനും നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സഹനങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസമേകുവാനും എൻ്റെ മാധ്യസ്ഥ ശക്തി ഉപയോഗിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മക്കളെ, എൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ നിരന്തരമായ മാധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി നിങ്ങളെ തന്നെ യോജിപ്പിച്ചാൽ വരുവാനിരിക്കുന്ന വിപത്തുകൾ ഇനിയും മാറ്റാൻ കഴിയും. ഇക്കാരണത്താൽ അമലോത്ഭവിയായ ഞാൻ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോട് വീണ്ടും ആവശ്യപ്പെടുന്നു. കൂടുതൽ ഔദാര്യത്തോടും സ്ഥിരതയോടും കൂടെ ജപമാല പ്രാർത്ഥന തുടർന്ന് ചൊല്ലുവിൻ. ജപമാല ചൊല്ലുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ശത്രുവിൻ്റെ നിഗൂഢതന്ത്രങ്ങളെ തുറന്നു കാണിക്കാൻ ജപമാല വഴി നിങ്ങൾക്ക് കഴിയും. അവൻ്റെ പല വഞ്ചനകളിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകും. നിങ്ങളുടെ വഴിയിൽ അവൻ കൊണ്ടുവരുന്ന അനേകം അപകടങ്ങളിൽ നിന്ന് അത് നിങ്ങളെ രക്ഷപ്പെടുത്തും. തിന്മയിൽ നിന്ന് അത് നിങ്ങളെ സംരക്ഷിക്കുകയും എന്നോട് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിനും നിങ്ങളെ സംരക്ഷിക്കുന്നതിനും യഥാർത്ഥത്തിൽ എനിക്ക് കഴിയും. മുൻപുണ്ടായ വിപത്സന്ധിയിലെന്ന പോലെ ഇന്നും തിരുസഭ അതിൻ്റെ വിജയിയായ മാതാവിനാൽ സംരക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. മക്കളെ,
ഇത് ഞാൻ സാധ്യമാക്കുന്നത് പരിശുദ്ധ ജപമാല നിരന്തരം ചൊല്ലുന്നതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ശക്തിയാലത്രേ. പ്രിയപുത്രന്മാരെ, ധൈര്യമായിരിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസമുള്ളവരായിരിക്കുക. എൻ്റെ വിമല ഹൃദയമാകുന്ന സങ്കേതത്തിൽ പ്രവേശിക്കുക. അങ്ങനെ വിജയത്തിലേക്ക് നീങ്ങുന്ന എൻ്റെ സൈന്യത്തെ രൂപീകരിക്കുക. ഇത് എൻ്റെ സമയമാണ്. അതിവേഗം സഭയെ ആകമാനം ഒരു പുതിയ തേജസ്സിലേക്ക് നിങ്ങളുടെ അമ്മ, വിജയരാജ്ഞി എന്ന് നിങ്ങൾ സംബോധന ചെയ്യുന്ന നിങ്ങളുടെ അമ്മ കൊണ്ടുവരും. നവംബർ 21, 1979 മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ 185. എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ. പ്രിയ സുതരേ, കർത്താവിന് പരിപൂർണ ശുശ്രൂഷ ചെയ്യുന്നതിന് ആത്മാർപ്പണം ചെയ്യുവാൻ ദേവാലയത്തിലേക്ക് സംവഹിക്കപ്പെടുന്ന നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നോക്കി ധ്യാനിക്കുക. എൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ട സമുന്നതമായ ദൗത്യം നിറവേറ്റുന്നതിന് ഞാൻ നേരത്തെ തന്നെ സന്നദ്ധയായിരുന്നെങ്കിലും എനിക്ക് പോലും മൗനത്തിൻ്റെ കൂടുതൽ സാന്ദ്രമായ പ്രാർത്ഥനയുടെയും സമയം ആവശ്യമായിരുന്നു. ദേവാലയത്തിൽ എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിന് സ്വയം തുറന്നുകൊടുത്തു. അവിടുന്ന് തന്നെയാണ് സ്നേഹിക്കുന്നതിനും തൻ്റെ വചനം ഗ്രഹിക്കുന്നതിനും എന്നെ പ്രാപ്തയാക്കിയത്. ഈ വിധം ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങളിൽ എന്നെ അവിടുന്ന് ഭാഗവാക്കാക്കി. തന്മൂലം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എനിക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. ദേവാലയത്തിൽ ദൈവശുശ്രൂഷയ്ക്കായി എൻ്റെ ശരീരം നിരന്തരമായ ഒരു ഹോമയാഗമായി അർപ്പിക്കപ്പെട്ടു. ഇത് ഞാൻ നിർവഹിച്ചത് പ്രാർത്ഥനയിലും എന്നെ ഫലമേൽപ്പിച്ച വിനീത കാര്യങ്ങൾ പരിപൂർണതയിൽ നിർവഹിക്കുന്നതിനുള്ള സന്തോഷത്തിലുമായിരുന്നു. ദേവാലയത്തിൽ വെച്ച് എൻ്റെ ഹൃദയം നിർമ്മലവും നിരന്തരവുമായ കർത്തൃസ്നേഹത്താൽ സ്വയം തുറന്നു. അതേസമയം ലോകത്തിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്നുള്ള നിസ്സംഗത ദൈവ തിരുമനസ്സിന് എൻ്റെ പൂർണ്ണമായ ഉവ്വ് അനുദിനം വീണ്ടും പ്രഖ്യാപിക്കുന്നതിന് എന്നെ സന്നദ്ധയാക്കി. സാന്ദ്രമായ ഏകാഗ്ര പ്രാർത്ഥന. ഞാൻ സ്നേഹിക്കുന്ന വൈദികരെ, നിങ്ങളും ഇന്ന് എൻ്റെ വിമല ഹൃദയമാകുന്ന ദേവാലയത്തിൽ പ്രവേശിക്കണം. ഇപ്പോൾ എൻ്റെ സമയം സമാഗതമായതിനാൽ കൂടുതൽ സാന്ദ്രമായ ഏകാഗ്ര ധ്യാനത്തിലും തീക്ഷ്ണമായ പ്രാർത്ഥനയിലും നിങ്ങൾ പ്രവേശിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രധാനമായ ദൗത്യം നിർവഹിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. എൻ്റെ ഹൃദയ ദേവാലയത്തിൽ നിങ്ങളുടെ ആത്മാവ് ദിവ്യജ്ഞാനത്താൽ പൂരിതമാകും. അന്ധകാരത്തിൻ്റെ ഈ ദിനങ്ങളിൽ നിങ്ങൾ കൂടുതൽ പ്രോജ്വലമാകേണ്ടതിനും നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരിൽ ചൊരിയേണ്ടതിനും ഈ ദിവ്യജ്ഞാനം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നു. ഈ വിധം എൻ്റെ അസംഖ്യം പാവപ്പെട്ട മക്കളെ അവരുടെ അമ്മയുടെ കരങ്ങളിലേക്ക് തിരിച്ചു വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഹൃദയ ദേവാലയത്തിൽ നിങ്ങളുടെ ശരീരം അസംഖ്യം പരീക്ഷണങ്ങളുടെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടും. തദ്വാര അത് എല്ലാറ്റിലും എൻ്റെ പുത്രൻ നിങ്ങളുടെ സഹോദരനുമായ യേശുവിൻ്റേതിനോട് സാരൂപ്യം പ്രാപിക്കും. യേശു തൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ മഹാപദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതിനും തൻ്റെ മഹത്വപൂർണമായ ഭരണത്തിന് സന്നദ്ധമാകുന്നതിനും വേണ്ടി അവിടുന്ന് ഈ സമയത്ത് ഒരിക്കൽ കൂടി നിങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി നിങ്ങളുടെ മർത്യശരീരത്തെ തൻ്റെ മഹത്വമേറിയ ശരീരത്തിൽ അവൻ സാംശീകരിക്കുന്നു. തന്മൂലം നിങ്ങൾ അവൻ്റെ മഹിമയിൽ കൂടുതൽ പൂർണ്ണതയോടെ ഭാഗവാക്കാകുന്നതിനും നിങ്ങളുടെ മാനുഷിക ശരീരത്തിൻ്റെ ബലഹീനത വഴി അവൻ നിങ്ങളുടെ സഹനങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും സാധ്യമാകുന്നു. യേശു നിങ്ങളിലൂടെ വീണ്ടും പ്രവർത്തിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും സഹിക്കുന്നതിനും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആത്മബലി അർപ്പിക്കുന്നതിനും വരുന്നു. എൻ്റെ വിമല ഹൃദയ ദേവാലയത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അവ ദൈവത്തിന് വേണ്ടിയുള്ള നിർമ്മലവും നിരന്തരവുമായ ഒരു സ്നേഹപ്രകടനമായി ഞാൻ രൂപം കൊടുക്കും. ഞാൻ നിങ്ങളെ പരിപൂർണ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുകയാണ്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ അമ്മയെ അനുകരിച്ചുകൊണ്ട് ദൈവ തിരുമനസ്സിനെ പൂർണ്ണമായും കീഴ്വഴങ്ങുന്നതിന്. ഇതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ പ്രവേശിക്കണം. നിങ്ങൾക്ക് മൗനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്സംഗതയുടെയും പരിത്യാഗത്തിൻ്റെയും ആവശ്യമുണ്ട്. ഈ വിധം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സംവിധാനം നിങ്ങൾക്ക് വെളിവാക്കുന്നതിനും അത് അവസാനം വരെ പൂർത്തിയാക്കാൻ നിങ്ങളെ സ്വതന്ത്രരും സന്നദ്ധരുമാക്കുകയും ചെയ്യും. ഈ വിധത്തിൽ മാത്രമേ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ച മഹാദൗത്യം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ധൈര്യം അവലംബിക്കുക. എൻ്റെ സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആകയാൽ ഇന്ന് ഏറ്റവും വലിയ പരിഹാരത്തിൻ്റെയും മാതൃപ്രാർത്ഥനയുടെയും ഒരു പ്രകരണത്തിൽ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന് നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഹൃദയ ദേവാലയത്തിൽ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ,
നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമ്മയുടെ കരുണ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ നാമത്തിനെന്നും പുകഴ്ചയും ആരാധനയും അർപ്പിക്കപ്പെടട്ടെ. യേശുവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം, യേശുവെ ആരാധന. ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവ് ആരാധന. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിച്ചു കൊള്ളുന്നു. യേശുവെ ആരാധന.